നിങ്ങൾ നല്ല ടയേർഡാണ്, ഒന്ന് ബെഡ് കണ്ടാൽ ഉറങ്ങിയാൽ മതി, അത്രയ്ക്കും ടയേർഡാണ്, ക്ഷീണമാണെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ബെഡിൽ എത്തിക്കയറുന്നതിന് ശേഷം പിന്നെ തീരെ ഉറക്കം കിട്ടുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ പല സമയത്തും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതിന് റീസൺ ചിലപ്പോഴൊക്കെ ഫിസിക്കലായിരിക്കാം, പക്ഷേ മെജോറിറ്റി ഓഫ് ദി റീസൺ ചിലപ്പം സൈക്കോളജിക്കലായിരിക്കും. അപ്പോൾ ഈ സൈക്കോളജിക്കൽ റീസൺസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള തോട്ട് ആൻഡ് ഇമോഷൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഡെയിലി റുട്ടീൻ ഉണ്ട് അല്ലേ. ഒന്നല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. അപ്പോൾ ഡെയിലി രാവിലെ ആകുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെയുള്ളൊരു സമയം നമ്മൾ ഓക്യുപ്പൈഡ് ആണ്. വർക്കിലാണെങ്കിലും സ്റ്റഡീസിലാണെങ്കിലും ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ് ഇവരൊക്കെ ഇടയിൽ നമ്മൾ വളരെ സോഷ്യലായിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അധികം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ രാത്രിയാകുന്ന സമയത്ത് എങ്ങനെയാണ്, നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ വളരെ കാമായിട്ടുള്ളൊരു എൻവയറമെൻറ്റിലായിരിക്കും, വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ടബിൾ സ്പേസിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വേറെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ മുന്നേയുള്ള അൺറിസോൾവ്ഡ് ആയിട്ടുള്ള തോട്ട്സും ഇമോഷൻസൊക്കെ നമ്മളുടെ ബ്രെയിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ രാവിലെയുള്ള സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് അതിനുള്ളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അതിന് മേലെ കുറച്ച് ചിന്തിക്കാനും അത് നമ്മുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അടുത്ത റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഒക്കെ രാത്രിയാവുന്ന സമയത്ത് റീസർഫേസ് ചെയ്യുകയും അത് നമുക്ക് കുറച്ച് ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽസ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ആങ്ഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അതല്ലാതെ നമ്മുടെ വർക്കിലോ റിലേഷൻഷിപ്പിലോ സ്കൂളിലോ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സ്ട്രെസ്സ് ഫേസ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ബോഡി ഒരു അലേർട്ട് മോഡിലേക്ക് പോകും. അതായത് എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്, നീ ഇപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ നോട്ട് ഫൈറ്റ് എന്നുള്ളൊരു തോട്ട് വരുന്നതുകൊണ്ട് തന്നെ ബോഡി എന്ത് ചെയ്യും, ഒരു ഹൈപ്പർ അലേർട്ട് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകും. ആ ഒരു സമയത്ത് ഈവൻ ദോ നമ്മൾ ഫിസിക്കലി വളരെ വീക്കാണ്, നമുക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യും, അലേർട്ട് ആക്കി വെക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഫേസിങ്, അതായത് എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്, ഇത് ഫേസ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നത് കൊണ്ട് അതും നമ്മൾ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സ്ലീപ്പ് നമ്മളുടെ ഡെയിലി റുട്ടീനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് അൺപ്രോസസ്ഡ് ആയിട്ടുള്ള തോട്ട്സും ഇമോഷൻസും കാര്യങ്ങളൊക്കെ രാത്രി റീസർഫസ് ചെയ്യുന്നു. അത് നമ്മളുടെ ഉറക്കത്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതെന്താണ് ഡിപ്പെക്റ്റ് ചെയ്യുന്നത്, നമുക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ തീരെ നോക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതൊരു ഫ്രീ ടൈം വരുന്ന സമയത്ത് അത് റീസർഫസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കുണ്ടാവുന്ന ഈ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതെനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും ഒരു സമയം നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്, പോട്ടെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതെന്താണ്, നമ്മളൊരു അവോയ്ഡിങ് ബിഹേവിയറാണ്. നമ്മൾ ആ പ്രശ്നത്തിനെ ഫേസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. അപ്പോഴാണ് അത് പിന്നെ റീസർഫേസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ഓക്കെ, ഇതാണ് എൻ്റെ പ്രശ്നം, സോ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ പോവുകയാണ്, എന്തൊക്കെയാണ് ഇതിന് എനിക്ക് ചെയ്യാൻ പറ്റുക, വാട്ട് ആർ ദ സൊല്യൂഷൻസ്, അല്ലെങ്കിൽ ആരുടെ അടുത്ത് എനിക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാം എന്നൊക്കെ നമ്മൾ ലോജിക്കലി കുറച്ചും കൂടി അത് ഇൻഡെപ്ത് ആയിട്ട് എൻ്റെ ഉള്ളിൽ അൺപ്രോസസ്ഡ് ആയിട്ട് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എനിക്ക് പ്രോസസ്സ് ചെയ്ത് റിസോൾവ് ചെയ്യാം എന്ന് നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് രാത്രി വരുന്ന ഓവറായിട്ടുള്ള നമ്മളുടെ ഇമോഷൻസ് കൂടുന്നതും തോട്ട്സ് കൂടുന്നതൊക്കെ നമുക്കൊരു ലെവലിൽ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്കുണ്ടാകുന്ന തോട്ട്സ് ആൻഡ് ഇമോഷൻസിനെ അവെയർ ആവാനും, അതായത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന് ഒരു ടൈം സ്പെൻഡ് ചെയ്യുക. അത് ചിലപ്പോൾ ജേർണൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീൻ്റെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറയുന്നതും അവരുടെ സജഷൻസ് കേൾക്കുന്നതായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, അതായത് ആ ഒരു ഏരിയ എനിക്ക് അത്ര രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നില്ല, ഇത് കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എനിക്കൊരു ഹെൽപ്പ് ഇതിൽ വേണം എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ബെഡ് എന്ന് പറയുന്നത് ഉറങ്ങാൻ മാത്രമുള്ളൊരു സ്ഥലമാണ് എന്നുള്ള കാര്യം നമ്മൾ മൈൻഡിൽ വയ്ക്കുക. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് വന്ന് ബെഡിൽ കിടന്ന് റീല് കാണുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യുക, പഠിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ബെഡിൽ വന്ന് ചെയ്യുന്നത്. അത് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉറങ്ങാൻ മാത്രമുള്ളൊരു സ്ഥലമാണ് എന്ന് നമ്മളെ ബോഡീനെയും ബ്രെയിനെയും ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു സമയത്ത് നമ്മൾ ബെഡിൽ വന്ന് കിടക്കുമ്പോൾ വീണോ ഓക്കെ ഇത് ഉറങ്ങാനുള്ള സമയമാണ്, കുറച്ചും കൂടി നമ്മുടെ ബോഡി ആൻഡ് ബ്രെയിൻ ട്രെയിൻഡ് ആയിരിക്കും ആ ഒരു പ്ലേസിൽ കാമാവാനും ഇതെനിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ലീപ്പ് ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ ഉറങ്ങണം, ഇപ്പോൾ 10 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് ആ ഒരു ചാർട്ട് വെച്ച് നമുക്ക് അങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഓക്കെ ഇന്ന് 10 മണിക്കാണ് ഞാൻ ഉറങ്ങാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങുക എന്നുള്ള ആ ഒരു
റിസൾട്ടിനെയും കാട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, എൻ്റെ ബോഡിയെ ഞാൻ കാമാക്കാം, അല്ലെങ്കിൽ എൻ്റെ മൈൻഡിലുള്ള തോട്ട്സൊക്കെ ഞാൻ ഒന്നുകൂടി കാമറാക്കി ഞാൻ എൻ്റെ ബോഡിയും മൈൻഡും കാമാക്കാനാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് വരുമ്പം തന്നെ ഉറക്കം ഫോളോ ചെയ്യുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഉറങ്ങണം എന്നുള്ള ആ ഒരു തോട്ട് മാത്രമാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അലേർട്ട് ആവുകയും അതിന് മേലെ ഫോക്കസ് ചെയ്ത് ആ ലൂപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൺസേൺസ് ആൻഡ് തോട്ട്സ് നമ്മളെ കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്നൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യുക. ഫോർ മോർ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് കോണ്ടന്റ് സബ്സ്ക്രൈബ് ടു അവർ പേജ്. താങ്ക് യു.